അതായത് ഈ ശക്തി എന്ന് പറഞ്ഞാൽ നിസാര ശക്തിയല്ല. അതൊരു ദൈവ പൈതൽ അനുഭവിച്ചാൽ ആ ശക്തി നിങ്ങളെ ഒരുപാട് ഉയരങ്ങളിലെത്തിക്കും. ആ ശക്തി, ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. അതായത് ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ സമയമായി. ഞാൻ 2-3 ആഴ്ച മുമ്പ് ശനിയാഴ്ച പറഞ്ഞിരുന്നു, ഏലിയായെ കുറിച്ച് എൻ്റെ മനസ്സിലുള്ള ചിത്രം ആള് പൊക്കം കുറഞ്ഞ ഒരാളാണ്, പക്ഷെ ഇച്ചിരി തടിച്ച ഒരാളാണ്. ഇതിങ്ങനെയൊക്കെയാണോ ഇയാൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഏലീഷ നല്ല സൈസുള്ള ഒരാളാണ്. ഇതാണ് എൻ്റെ മനസ്സിലെ ചിത്രം. നിങ്ങൾക്ക് വേറൊരു ചിത്രം ആവാം, വിരോധമൊന്നുമില്ല, വഴക്കുണ്ടാക്കാൻ വരായിരുന്നാൽ മതി. ഇത്രയേ ഉള്ളൂ. ഈ ഏലിയ നല്ല ബൾക്കി ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഈ മനുഷ്യൻ ഒരു 60-70 കിലോ അത്രയും കൂട്ടിക്കോ, പോട്ടെ, ഒരു 80 കിലോ. ഒരു 80 കിലോ മനുഷ്യൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ സമയമായി. ആ സമയത്ത് ഏലീഷ പറഞ്ഞു, ഞാൻ അങ്ങേ വിട്ടു മാറില്ല കേട്ടോ, സ്വർഗത്തെ അങ്ങേ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ മാറില്ല, എന്നെ നിർബന്ധിക്കരുത്, ഞാൻ മാറില്ല. അപ്പൊ ചോദിച്ചു, കൊച്ചേ നിനക്ക് എന്താ വേണ്ടേ? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് എന്റെ പുറകെ നടക്കുന്നത്? നീ ഇവിടെ നിൽക്ക്, നീ ജെറീക്കോയിൽ നിൽക്ക്, നീ ഗിൽഗാലിൽ നിൽക്ക്, നീ ജെറീക്കോയിൽ നിൽക്ക്. സ്വർഗത്തെ അങ്ങേ സാക്ഷിയാക്കി ഞാൻ പറയുന്നത്, ഞാൻ വിട്ടു മാറില്ല, ഞാൻ മാറില്ല. നിനക്ക് എന്താണ് വേണ്ടത്? അങ്ങയുടെ ഇരട്ടി പങ്ക് അഭിഷേകം എനിക്ക് വേണം. ഇരട്ടി പങ്ക് എന്ന് പറഞ്ഞാൽ ഇരട്ടി അഭിഷേകം എന്നല്ല. ഇരട്ടി പങ്ക് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ മൂത്ത പുത്രനാണ് ഷെയർ കൊടുക്കുമ്പോൾ ഇരട്ടി കൊടുക്കുന്നത്. നിനക്ക് 1 പോർഷൻ തന്ന മൂത്താക്ക് 2 പോർഷൻ കൊടുക്കുക. ഇരട്ടി പങ്ക് എന്ന് പറഞ്ഞാൽ അങ്ങ് പ്രവാചക ശുശ്രൂഷ അവസാനിക്കുമ്പോൾ അടുത്ത ഇസ്രായേലിലെ പ്രവാചകൻ ഞാനായിരിക്കണം, അതാണ് പറയുന്നത്. അല്ലാതെ ഇരട്ടി കിട്ടിയെന്നല്ല. മനസ്സിലായോ? ആളുകൾ പറയത്തില്ലേ, അച്ഛന്റെ ഇരട്ടി അഭിഷേകം, അങ്ങനല്ല, ആ സാധനം അല്ലത്. എന്ന് പറഞ്ഞാൽ അടുത്ത ബാറ്റൺ കൈമാറി എൻ്റെ തരണമെന്നാ പറയുന്നത്, ഞാൻ ചെയ്തോളാം, അതാ പറയുന്നത്. അപ്പൊ സ്വർഗത്തെയും അങ്ങേ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങേ വിട്ടുമാറില്ല, അങ്ങയുടെ ഇരട്ടി പങ്ക് എനിക്ക് കിട്ടണം. അപ്പൊ ഏലിയ പറഞ്ഞു, കൊച്ചേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നീ ചോദിക്കുന്നത്, എന്നാലും ആഗ്രഹിച്ചു കൂടെ വന്നതല്ലേ, എനിക്ക് സന്തോഷമേ ഉള്ളടാ. ഒരു കണ്ടീഷൻ, ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നിനക്കത് കിട്ടും. ഏലീഷയ്ക്ക് ഇനി അനങ്ങാൻ പറ്റുമോ? ചായ കുടിക്കാൻ പറ്റുമോ? വാട്സപ്പ് നോക്കാൻ പറ്റുമോ? ഫേസ്ബുക്കിൽ നോക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. കാരണം എന്താണ്? ഇങ്ങനെ ഒന്ന് നോക്കുന്ന സമയത്ത് ഇയാൾ എടുക്കപ്പെടുക പറഞ്ഞാൽ ഷൂ അങ്ങ് സെക്കൻഡുകൾക്കുള്ളിൽ സാധനം പോകും. അപ്പൊ ഇനി നോക്കാൻ പറ്റുമോ? മുള്ളാൻ പോകാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? അത് 1 മിനിറ്റ് എടുക്കത്തില്ലേ, അപ്പോഴേക്കും ആള് പോവും. അപ്പൊ ഇങ്ങനെ ഏലിയ അങ്ങോട്ട് നടന്ന ഏലീഷ അങ്ങോട്ട് നടന്നു, ഏലിയ ഇങ്ങോട്ട് നടന്ന ഏലീഷ ഇങ്ങോട്ട് നടന്നു, ഏലിയ എവിടെ ഇരുന്ന ഏലീഷ അവിടെ മാറി ഇങ്ങനെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ കാണുകയാണ്. അപ്പോ ഒരു കാറ്റ് അങ്ങോട്ട് അടിച്ചു. ഈ കാറ്റടിച്ചിട്ട് ഈ കാറ്റ് വന്ന് ഈ 80 കിലോ മനുഷ്യനെ പൊക്കിയെടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഈ കാറ്റ് മനസ്സിലാക്കണം നിങ്ങൾ. അതായത് ഒരു വിമാനം പറപ്പിക്കാൻ എത്ര കോടി രൂപ വേണം ഈ വിമാനം ഒന്ന് പൊക്കാൻ? എന്നിട്ട് എന്തോരം പൊക്കി, കുറച്ച് കഴിയുമ്പോൾ താഴും, ഒരുപാടങ്ങ് പൊങ്ങാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? 80 കിലോ വെയിറ്റ് ഉള്ളൊരു മനുഷ്യനെ അടിച്ചു പൊക്കി ആകാശത്തല്ല, ചന്ദ്രനിലല്ല, സൂര്യനിലല്ല, മറിച്ച് അടിച്ചു കൊണ്ടുപോയത് നമുക്ക് പരിചയമില്ലാത്ത സ്വർഗീയ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോയ പവറാണത്. പവർ, ഇത് നിസാര പവറല്ല, അത് അടിച്ചങ്ങ് കൊണ്ടുപോകും. മനസ്സിലാവുന്നോ? ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യത്തിന്റെ അടുത്ത ഭാഗം എന്തെന്നറിയാമോ? പക്ഷേ എന്നെ ഭയങ്കര കൺഫ്യൂസ് ചെയ്തത് എന്തെന്നറിയാമോ? ഇതിങ്ങനെ ഇത്രയും വലിയൊരു പവർ വന്ന് അടിച്ച് ഈ ആളെ മേലോട്ട് കൊണ്ടുപോയി ഏലീഷ അവിടെ പോകണ്ടല്ലേ? നിങ്ങൾ അങ്ങനെ വല്ല ഓർത്തിട്ടുണ്ടോ? നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. കാണണം ഇത് മനസ്സിൽ. അതായത് വലിയൊരു കാറ്റ് വന്നിട്ട് ഒരൊറ്റ അടി അടിച്ച് ഒരു രഥം വന്ന് അടിച്ച് കൊണ്ടുപോയി മേളിലോട്ട്. അപ്പൊ നിങ്ങൾ നനച്ചു, ഒരു ഹെലികോപ്റ്റർ വരുമ്പോ പോലും അടുത്ത് നിൽക്കുന്നവനെല്ലാം പറന്നു പോകുന്ന രീതിയിലല്ലേ കാറ്റടിക്കുന്നത്. അപ്പൊ അതുപോലൊരു കാറ്റ് വന്ന് പൊക്കി ഇവിടെ കൊണ്ടുപോകേണ്ടത് അങ്ങ് കൊണ്ടുപോകണം. നമുക്കറിയില്ലേ സ്വർഗം എവിടാന്ന്. അപ്പൊ അവിടേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോകണമെങ്കിൽ, അതുപോലെ അടിച്ചു കൊണ്ടുപോകണമെങ്കിൽ ആ കാറ്റിൽ ഏലീഷ പൊങ്ങണ്ടേ? ഏലീഷ പൊങ്ങിയില്ല.
ഏലീഷ പൊങ്ങിയില്ലെന്ന് മാത്രമല്ല, അടിച്ചു കയറ്റിക്കൊണ്ട് പോകുമ്പോ എല്ലാം മേളിലോട്ട് പോയപ്പോ ഒരു മേലങ്കി മാത്രം താഴോട്ട് വന്നു. അതാണ് ഈ കാറ്റ്. ഈ കാറ്റ് ഒരു കണ്ണുപൊട്ടൻ വീശുന്ന കാറ്റല്ല. ഈ കാറ്റ് ബുദ്ധിയും വിവേകവും ആലോചനയും ദൈവശക്തിയും ഉള്ളൊരു ദൈവത്തിന്റെ ആത്മാവടിക്കുന്ന കാറ്റാണ്. അതിന് കൃത്യതയുണ്ട്, അത് മാറില്ലെന്ന് മനസ്സിലായോ? ശിമയോന്റെ തലയിൽ അടിക്കാൻ വന്ന കാറ്റ് അന്ത്രയോസിന്റെ തലയിൽ അടിക്കില്ല, അത് ശിമയോന്റെ തലയിലെ അടിക്കൂ. അത് കൃത്യതയുള്ളൊരു കാറ്റാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തി. ഈ കാറ്റിന് ഭയങ്കര ഇത് ലേസർ പോലാണത്. അത് ചിലടത്തെ അടിക്കും, അടിച്ചങ്ങ് പൊക്കി. നമ്മുടെ മേൽ അടിക്കേണ്ടത് ആ കാറ്റാണ്. ഏലിയായെ അടിച്ചങ്ങ് കൊണ്ടുപോയ കാറ്റ്. ആ കാറ്റങ്ങോട്ട് അടിക്കും. ആ കാറ്റടിച്ച് നമ്മളെ കർത്താവിന്റെ ആത്മാവ് എടുക്കണം. ഈശോ പറഞ്ഞു, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും. അതെവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ നീ അറിയുന്നില്ല. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും. അപ്പോൾ പ്രാർത്ഥിക്കണം, കാറ്റേ നീ എന്നിലേക്ക് വീശണേ.